ഹലോ മക്കളെ, നമ്മുടെ NTA ഒരു വലിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് CUT എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്. 2026 CUT എൻട്രൻസ് എക്സാം നടക്കാൻ പോകുന്നത് ഈ വരുന്ന മെയിലാണ്. അതായത് 2026 മെയിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അത് NTA അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആധാർ കാർഡ്. നിങ്ങളുടെ ആധാർ കാർഡിൽ ഒന്ന് നിങ്ങളുടെ ഫോട്ടോ അപ്ഡേറ്റഡ് ആയിരിക്കണം. ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും ചൈൽഡ്ഹുഡിലെ ഫോട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ അതിനകത്ത് ഉണ്ടാകുക. അതൊന്ന് മാറ്റി നിങ്ങൾ ഇപ്പോൾ തന്നെ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല, വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ആധാർ കാർഡിൽ കറക്റ്റ് ആണോ എന്നുകൂടി ചെക്ക് ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ നെയിം. ആ നെയിം നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റിലോ ഉള്ള അതേ നെയിം അതേ ഫോർമാറ്റിൽ ഒരു കുത്തും കോമ പോലും മാറാത്ത രീതിയിൽ നമ്മുടെ ആധാർ കാർഡിലും ഉണ്ടായിരിക്കണം. അതായത് എങ്ങനെയാണോ ഇനിഷ്യലൊക്കെ കിടക്കുന്നത് അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ. ഒപ്പം നിങ്ങളുടെ ഫാദറിന്റെ നെയിം കറക്റ്റ് ആയി, അതായത് നമ്മുടെ SSLCയിലും അല്ലെങ്കിൽ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലുള്ള അതേ നെയിം അതേ ഫോർമാറ്റിൽ തന്നെ ആധാർ കാർഡിലും ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ നിങ്ങളുടെ അഡ്രസ്, നമ്മുടെ അഡ്രസ് പ്രൂഫായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആധാർ കാർഡ് തന്നെയായിരിക്കും. സോ അതുകൊണ്ട് അഡ്രസ് നെയിം കറക്റ്റ് ആണോ എന്നുള്ളതും ഉറപ്പുവരുത്തണം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഓൾറെഡി അതിൽ ബർത്ത് ഡേറ്റ് അതിനകത്ത് ഉണ്ടാകും. അല്ല നിങ്ങൾ 10th CBSE അല്ലെങ്കിൽ ICSE ബോർഡാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കീപ് അനദർ ബർത്ത് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് PWD കാറ്റഗറിയിൽ പെട്ട കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ, ഫിസിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് UDID കാർഡോ അല്ലെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും റെഡിയാക്കി വെച്ചോളൂ. കാരണം ഉടനെ അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറി പെട്ടവരാണ്, SC ST പോലുള്ള അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWS കാറ്റഗറി പെട്ട കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ റെഡിയാക്കുക. അത് എന്തുകൊണ്ട് ഇത്രയും നേരത്തെ ഇൻറ്റിമേഷൻ തരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവസാന സമയത്ത് നിങ്ങൾ ഓട്ടം വെച്ച് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സമയത്തിന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടണം എന്നില്ല. അതുകൊണ്ട് ഇപ്പോഴാകുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഫ്രീ ടൈം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ എമർജൻസി ആയിട്ട് എന്താ പറയുക, നിങ്ങൾ വില്ലേജ് ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അധികം തിരക്കുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, റെഡിയാക്കി വെക്കുക. ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക, ഇതെല്ലാം സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ല സ്റ്റേറ്റ് പർപ്പസ് അല്ല. അപ്പൊ സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടത്. ഓക്കെ, കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് സാറേ, അത് ഉപയോഗിച്ചാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി 1 year ആണ്. സോ 1 year കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് പുതിയൊരു സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുന്നതാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ എൻട്രൻസ് എക്സാമുകൾക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ അപ്ഡേഷനായിട്ട് പറഞ്ഞു തരാനുള്ളത്. കൂടുതൽ അപ്ഡേഷൻസ് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.